ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശന വിവാദത്തിനിടെ ആശാ വർക്കേഴ്സിന്റെ സമരം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം ഉന്നയിക്കും. ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? ഇന്നലെ ഡൽഹിയിലെത്തിയ മന്ത്രിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. അതേസമയം ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി സമരപ്പന്തലിൽ നിന്ന് സലീം മാലിക്കും ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വിഷയം വീണ്ടും സഭാതലത്തിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ പുതിയ പശ്ചാത്തലം കൂടിയുണ്ട്. ആശാ വർക്കേഴ്സിന്റെ സമരം അത് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിന്ന് 2ാം ദിനം. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അതിനിടയിൽ വിഷയം വീണ്ടും ഉയർത്താനൊരുങ്ങുന്നു പ്രതിപക്ഷം. ശ്രീജിത്ത്. റിജിത്ത്, ഇന്ന് ശൂന്യവേളയിൽ ആദ്യ സബ്മിഷനായി ആശാ വർക്കർമാരുടെ സമരം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. പ്രതിപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സബ്മിഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കാണിച്ചാണ് സബ്മിഷനെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിലില്ല. അദ്ദേഹം ചെന്നൈയിൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ രാത്രി ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം നാളെ വൈകുന്നേരം മാത്രമേ കേരളത്തിൽ തിരിച്ചെത്തുകയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറ്റേതെങ്കിലും മന്ത്രിമാരായിരിക്കും മറുപടി പറയുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജും സഭയിലില്ല. ആരോഗ്യമന്ത്രി ഡൽഹിയിലാണ്. എന്തായാലും ഈ ആശാ വർക്കർമാരുടെ സമരം 40ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ മുതൽ ആരംഭിച്ച നിരാഹാര സമരം തുടരുകയാണ്. സമരത്തിന് പിന്തുണയേറുന്നു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം LDF യോഗത്തിലും ഇന്നലെ ഉയർന്നു. CPI, RJD തുടങ്ങിയ കക്ഷികളാണ് LDF യോഗത്തിലും ഈ സമരം തീർക്കാൻ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ അതിന് ആനുപാതികമായ തുക സംസ്ഥാനവും വർദ്ധിപ്പിക്കാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് നേരത്തെയും മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിക്കുന്ന സമീപനം അതുതന്നെയാണ്. മാത്രമല്ല, തൊഴിലാളികളുടെ ഈ നിർവചനത്തിലേക്ക് ഈ ആശാ വർക്കർമാരെ കൊണ്ടുവരണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തോടാണ് ഉന്നയിക്കേണ്ടത്. ആ ആവശ്യം ഉന്നയിച്ച് ഒരാഴ്ചയ്ക്കകം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണുമെന്നാണ് മിനിഞ്ഞാന്ന് ഈ നിയമസഭയുടെ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. എന്തായാലും വീണ ജോർജ് JP നദ്ദയെ കാണാൻ പോയതും കാണാൻ കഴിയാത്തതുമൊക്കെ ഇപ്പോൾ വലിയ വിവാദമാണ്. ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഡൽഹി യാത്രാ വിവാദമായിരിക്കും മറ്റൊരു പോയിന്റായി പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നത്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങുന്നത്. അതിൽ തന്നെ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം വന്നു. ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ചർച്ച വാളുകയും സമരം നിരാഹാര സമരത്തിലേക്ക് കടക്കുകയും ചെയ്ത സാഹചര്യം. അതിനിടയിലാണ് ഈ അപ്പോയിൻമെൻറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് അപ്പോയിൻമെൻറ്റ് തേടിയത് എന്ന മന്ത്രിയുടെ വിശദീകരണം ഇതിനോടകം വന്നു കഴിഞ്ഞു. അതിലൊരു പ്രതിരോധം സർക്കാരിന് സാധ്യമാകുമോ ശ്രീ? വീണ ജോർജ് പറയുന്നതിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. മിനിഞ്ഞാന്ന് ഞാനിപ്പോൾ നിന്ന് ഈ തത്സമയ റിപ്പോർട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ആശാ വർക്കർമാരുമായുള്ള ചർച്ച പരാജയപ്പെട്ട ശേഷം മാധ്യമങ്ങളെ കണ്ടത്. ഈ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ വീണ ജോർജ് ഒരാഴ്ചയ്ക്കകം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണും എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ക്യൂബൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് ധനമന്ത്രി KN ബാലഗോപാലും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും ന്യൂനപക്ഷ കായിക മന്ത്രി V അബ്ദുറഹ്മാനും ഡൽഹിക്ക് പോയത്. ഡൽഹിയിലെത്തിയ ക്യൂബൻ സംഘത്തെ കാണാനുള്ള സംസ്ഥാനതല പ്രതിനിധി സംഘത്തിലാണ് വീണ ജോർജ് ഉൾപ്പെട്ടു പോയത്. അവിടെ എത്തിയപ്പോഴാണ് വീണ ജോർജ് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദയെ കാണാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്നലെ അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്കാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് നൽകാമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നതായി മനസ്സിലാക്കുന്നു. എന്തായാലും വീണ ജോർജ് ഇവിടെ നിന്ന് പോകുമ്പോൾ JP നദ്ദയെ നാളെ തന്നെ കാണും എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നില്ല. മറിച്ച് ഒരാഴ്ചക്കകം കാണുമെന്ന് തന്നെയാണ് ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ വാർത്താ സമ്മേളനം ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തതും. ശരി, ആർ ശ്രീത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു നിയമസഭയിൽ നിന്ന്. ഇന്നലെ UDF MLA മാർ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപ്പന്തലിലേക്ക് നടത്തിയ മാർച്ച്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ വിഷയം വീണ്ടും സഭാതലത്തിലേക്ക് വരാൻ പോവുകയാണ്. സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് വിഷയം സഭയിലേക്ക് ഉയർത്താൻ പോകുന്നത്. സലീം മാലിക് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, സമരപ്പന്തലിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുക. സലീം, സമരം കൂടുതൽ ശക്തമാകുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ പേർ രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം. നിരാഹാര സമരം 2ാം ദിവസത്തിൽ, സമരം 40ാം ദിവസത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലം. അതിനിടയിൽ കാണുന്ന വിവാദങ്ങളും പുതിയ സംഭവവികാസങ്ങളും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്രയും വിഷയം ഇന്ന് വീണ്ടും സഭയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നീക്കവുമൊക്കെ. സമരക്കാരെന്താണ് ഒടുവിലായി വിശദീകരിക്കുന്നത് സലീം മാലിക്?
രഞ്ജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ സമരക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ നിരാഹാരം അവർ ഏറ്റവും അവസാനത്തെ മാർഗമെന്ന നിലയിലാണ് നിരാഹാര സമരം ആരംഭിച്ചത്. അതിനുശേഷം തന്നെ 40 ദിവസമായി ഈ സമരം തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കൂടി എത്തുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമരക്കാർക്ക് വേണ്ടി വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ പോലും പരിഹസിക്കുന്ന നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരക്കാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പിന്തുണ ഇവർക്ക് ലഭിച്ചിരുന്നു. അത് നേരത്തെ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ MLA-മാർ എല്ലാവരും ഈ സമരപന്തലിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട പല സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത് കണ്ടതുമാണ്. അപ്പോഴും ഇന്നലെ ഡൽഹിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെയും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പോകുന്നത് എന്നുള്ളതായിരുന്നു. അത് മന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചതുമില്ല. അത്തരത്തിലുള്ള ഒരു വാർത്ത അവിടെ നിന്ന് തന്നെ, മന്ത്രിയുടെ ഓഫീസിന്റെ പരിസരങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത ഡെവലപ്പ് ചെയ്ത് വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് മന്ത്രിക്ക് അനുമതി ലഭിക്കാതിരുന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്കെതിരെ പറയുന്നൊരു സമീപനം മന്ത്രി സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഫേസ്ബുക്കിലും അല്ലാതെയും മാധ്യമങ്ങളെ പരിഹസിക്കുകയും മാധ്യമങ്ങൾ ഈ പ്രകടന പത്രിക ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തുകൊണ്ടാണ് മന്ത്രി അതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ഈ 4 വർഷം മുൻപ് LDF സർക്കാർ തയ്യാറാക്കിയ പ്രകടന പത്രിക 21,000 രൂപയാക്കുമെന്ന് പറഞ്ഞ അതേ പ്രകടന പത്രിക തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇവിടെ സമരം ചെയ്യുകയും ചെയ്തത്. എന്നിട്ടും 1 രൂപ പോലും കൂട്ടാൻ അവർ തയ്യാറായതുമില്ല. ഇപ്പോൾ മന്ത്രി പറയുന്നത് ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല പോയത്, അത് അങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ട്. അതാണോ തെറ്റ് എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. തീർച്ചയായും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒന്ന് ചിന്തിക്കണമായിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചനയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടികൾ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ ഇവയൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കും. അപ്പോൾ അതിനൊരു സമയക്രമം ചോദിച്ചും അദ്ദേഹത്തിന് എപ്പോൾ സംസാരിക്കാൻ പറ്റും എന്ന് ചോദിച്ചു വേണം പോവേണ്ടത്. അല്ലാതെ നമ്മളൊരു കല്യാണത്തിന് ഇൻവിറ്റേഷൻ കിട്ടി പോകുന്നതാണോ? അതിന് നമ്മൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കില്ല, ഇന്ന സമയത്ത് പോകണം. പക്ഷെ നമുക്ക് വൈകിട്ട് പോവാം, രാവിലെ പോവാം, അവിടെ ചെന്ന് കൊടുക്കാം. അതുപോലെയാണ് ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ. വീണ മേഡത്തെ നമ്മൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അനുമതി തന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അവർ നമ്മളെ നേരിട്ട് വിളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുത്തു പോകണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ മന്ത്രിക്ക് അറിയാത്ത കാര്യമാണോ? ഞങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെ പോകണം. അത് നമ്മൾ പറയല്ലോ, നമ്മൾ കല്യാണത്തിന് പോകുന്ന വഴിക്ക് അമ്പലത്തിന് നട അടച്ചിട്ടില്ലെങ്കിൽ അവിടെ കയറി ഒന്ന് തൊഴാം എന്ന് കരുതി പോകുന്നത് ശരിയാണോ? അത് തന്നെയാണ് റിജിത്ത് ഈ ആശാവർക്കർമാരുടേതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഇപ്പോൾ ചേച്ചി നിരാഹാരത്തിലാണ് 2ാം ദിവസം. കടുത്ത വെയിലാണ് തിരുവനന്തപുരത്ത്, ഒരു വല്ലാത്ത വെയിലൊക്കെയാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ടില്ല എന്നുള്ളത്. സമരത്തിന് തീരെ തിരിച്ചു പിറകോട്ടില്ല. കാരണം ഞങ്ങളെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം ഇവിടെ 40 ദിവസമായില്ലേ. ഇതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചർച്ച ചെയ്ത് ഞങ്ങളെ അവകാശം നേടാൻ, എല്ലാരെ പോലെ ജീവിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പം ഞങ്ങളെ തുച്ഛമായ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല ഈ 21,000 രൂപ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ മഴയും വെയിലും ഇത്രയും നിരാഹാരം എല്ലാവരും റിജിത്ത്, തീർച്ചയായും അതായത് അല്പസമയം മുൻപ് മന്ത്രി ഉയർത്തി കാണിച്ച പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിലെ അവകാശങ്ങൾ മാത്രമാണ് കഴിഞ്ഞ 40 ദിവസമായി ഇവർ ചോദിക്കുന്നത്. അപ്പോഴൊന്നും അതിനെ പരിഗണിക്കാതെ ഇപ്പോൾ ആ പ്രകടന പത്രിക ഉയർത്തി കാണിക്കുന്ന മാധ്യമങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. അതിൽ വലിയ സലീം മാലിക് സമരവേദിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. രാപ്പകൽ സമരം 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം 2ാം ദിവസത്തിലേക്കും. സലീം മാലിക് സമരപന്തലിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.